മെറ്റയിൽ നമ്മൾ ഇതിനു മുമ്പ് ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റ് കമ്പനീസിന്റെ ഒക്കെ ഇമേജ് മോഡൽസ് യൂസ് ചെയ്തിട്ടാണ്. മെറ്റയുടെ പുതിയ AI ഇമേജ് മോഡലാണ് മ്യൂസ് ഇമേജ്. ഇപ്പോൾ കറന്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇമേജ് ജനറേഷൻ മോഡലുകളിൽ റാങ്ക് നമ്പർ 2 എത്തിയിട്ടുണ്ട്. ChatGPTയുടെ മോഡലാണ് ഫസ്റ്റ് നിൽക്കുന്നത്. ഗൂഗിളിന്റെ നാനോ ബനാന 2 ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നിലായി പോയിട്ടുണ്ട്. ഇതിൽ ഒരു ഫീച്ചർ വെറും 3 ദിവസം മാത്രമാണ് കേട്ടോ ജീവിച്ചുള്ളൂ. മെറ്റയ്ക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. അത് എന്ത് ഫീച്ചർ ആണെന്നും എന്താണ് അതിന് പിന്നിലെ കഥയെന്നും വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ മ്യൂസ് ഇമേജ് ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. മ്യൂസ് സ്പാർക്ക് എന്ന് പറയുന്ന ഇവർ നേരത്തെ ലോഞ്ച് ചെയ്ത ഒരു മോഡൽ ഉണ്ടായിരുന്നു. ആ ഒരു മോഡലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് മ്യൂസ് ഇമേജ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം ആനിമേറ്റഡ് ജിഫുകൾ, അതുപോലെ തന്നെ ഇമേജസ് ഒക്കെ വെച്ചിട്ടുള്ള വെബ്സൈറ്റ്സ്, ചെറിയ ഇൻട്രാക്റ്റീവ് ഗെയിംസ്, ഇതൊക്കെ ഇതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ റിയൽ യൂസ് കേസസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നമ്മളുടെ ഇമേജുകളിൽ തന്നെ ടെക്സ്റ്റുകൾ വരണമെങ്കിലുള്ള യൂസ് കേസാണ്. ഇമേജിൽ ടെക്സ്റ്റ് റൈറ്റ് ചെയ്യുന്ന ഫീച്ചർ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റേഴ്സ്, ഇൻവിറ്റേഷൻസ്, ഇൻഫോഗ്രാഫിക്സ് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മ്യൂസ് ഇമേജ് മോഡൽ വെച്ച് പറ്റും. രണ്ടാമത്തത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാം. മൂന്നാമത്തത് പ്രിസിഷൻ എഡിറ്റിംഗ് ആണ്. ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇതിൻ്റെ ഇത്ര ഒരു പോർഷനിൽ മാത്രം ഒന്ന് എഡിറ്റ് ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം കറക്റ്റ് ചെയ്യും. 4 മൾട്ടി റെഫറൻസ് കോമ്പോസിഷനാണ്. പല ഫോട്ടോസ് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് മാർക്കപ്പ് എഡിറ്റിംഗ്. അതായത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണിത്. ഇമേജിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഓരോ ചേഞ്ചസും അല്ലെങ്കിൽ ഒരു സർക്കിൾസൊക്കെ വരച്ച് ആരോ മാർക്കൊക്കെ ഇട്ട് നമ്മൾ ചേഞ്ചസ് പറഞ്ഞു കൊടുത്താൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മ്യൂസ് ഇമേജ് നമുക്ക് അതിന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഇമേജ് മ്യൂസ് മോഡൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് meta.ai വരിക.